പഞ്ചാബിനെതിരെ 20-ാം ഓവർ എറിയാൻ സിറാജ് എത്തുമ്പോൾ നോൺ സ്ട്രൈക്കർ എൻഡിൽ അയാൾ 42 പന്തുകളിൽ നിന്ന് 97 റൺസുമായി നിൽക്കുകയായിരുന്നു. ഓവറിലെ രണ്ടാം പന്തിനെ ഡീപ് മിഡ് വിക്കറ്റിലേക്ക് പായിച്ച ശേഷം ശശാങ്ക് സിംഗ് ഓടുമ്പോൾ 2-ാം റണ്ണിനായി കൂടുതൽ ആവേശത്തോടെ അയാൾ നോൺ സ്ട്രൈക്കർ എൻഡിലേക്ക് ഓടിക്കയറി. പിന്നീടുള്ള 4 പന്തുകളിൽ നിന്ന് 4 ഫോറും 1 വൈഡും ഉൾപ്പെടെ 17 റൺസ് പഞ്ചാബിന്റെ അക്കൗണ്ടിൽ കയറി. ഇന്നിംഗ്സിനൊടുവിൽ അതേ 97 റൺസുമായി അയാൾ ചെറു പുഞ്ചിരിയോടെ നിന്നു. അവസാന പന്തും ബൗണ്ടറി അടിച്ച് തന്റെ അടുത്തേക്ക് വന്ന ശശാങ്ക് സിംഗിനെ ചേർത്തു പിടിച്ച് ഡഗ്ഔട്ടിലേക്ക് നടന്നു. നായകന്മാർ ചരിത്രത്തിൽ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. എന്നാൽ എപ്പോഴാണോ സ്വന്തം നേട്ടങ്ങളെക്കാൾ ഉപരി തന്നെ വിശ്വസിച്ചവർക്ക് വേണ്ടി ഒരാൾ നിലകൊള്ളുന്നത്, അപ്പോൾ അവർ ശരിക്കും ആ വാക്കിന്റെ അർത്ഥമാകുന്നു, ശരിയായ നേതാവാകുന്നു. അർഹിച്ചൊരു സെഞ്ചുറി വേണ്ടെന്ന് വെച്ച ടീമിനേക്കാൾ മുകളിലല്ല ഒരു പേഴ്സണൽ മൈൽ സ്റ്റോണും എന്ന് നിലപാടെടുത്ത ഈ ആറ്റിറ്റ്യൂഡും കൊണ്ട് നീ ഒരിടത്തും എത്തില്ലെന്ന് പറഞ്ഞവരോട് പോയി പണി നോക്കാൻ പറയുന്ന പക്കാ ലീഡർ ശ്രേയസ് അയ്യർ നമ്മൾ വിചാരിച്ച ആളേയല്ല. IPL പഞ്ചാബിന്റെ ക്യാപ്റ്റനായി ഇറങ്ങേറിയ മത്സരത്തിൽ ശ്രേയസ് കാട്ടിയ ട്രൂ സ്പോർട്സ്മാൻ സ്പിരിറ്റിന് കൈയടിക്കാതെ പോകാനാകില്ല. സീസണിലെ ആദ്യ മത്സരത്തിൽ അയാളിലെ ലീഡർ എടുത്ത ഒരൊറ്റ നിലപാട് ടീമിന് നൽകിയത് വിജയത്തുടക്കമാണ്. ഗുജറാത്തിനെതിരെ ആദ്യം ബാറ്റിംഗിന് ഇറങ്ങിയ പഞ്ചാബ് 4-ാം ഓവറിൽ 28 റൺസിൽ ആദ്യ വിക്കറ്റ് നഷ്ടപ്പെട്ട് നിൽക്കുമ്പോഴാണ് ശ്രേയസ് ക്രീസിലെത്തുന്നത്. ആദ്യ പന്ത് മുതൽ അഗ്രസീവായ അയാൾ ബാറ്റ് എന്തി, മറുഭാഗത്ത് വിക്കറ്റ് വീണിട്ടും കുലുങ്ങാതെ നിന്നു. ഗാലറിയിലേക്ക് നിരന്തരം പന്തുകൾ കോരിയിട്ടു. റാഷിദ് എറിഞ്ഞ 18-ാം ഓവർ അവസാനിക്കുമ്പോൾ 39 ബോളിൽ നിന്ന് 91 റൺസുമായി ഓൺ സ്ട്രൈക്ക്. റബാഡയുടെ 19-ാം ഓവറിൽ ശശാങ്കുമായി സ്ട്രൈക്ക് റൊട്ടേറ്റ് ചെയ്ത് മാക്സിമം റൺസ് നേടി. ഇന്നിംഗ്സിൽ അവസാന ഓവർ എറിയാൻ സിറാജ് എത്തുമ്പോൾ IPL കന്നി സെഞ്ചുറിക്ക് 3 റൺസ് അകലെ മാത്രമായിരുന്നു ശ്രേയസ് ഉണ്ടായിരുന്നത്. 6 പന്തുകളിൽ ഒരൊറ്റ പന്ത് കിട്ടിയാലും അയാൾ സെഞ്ചുറി പൂർത്തിയാക്കുമെന്ന് കളി കണ്ടിരുന്ന എല്ലാവരും ഉറപ്പിച്ചതുമാണ്. എന്നാൽ ഓവറിലെ 5 പന്തുകളും ശശാങ്ക് ബൗണ്ടറിയിൽ എത്തിച്ചു. മറ്റൊരു ബോളിൽ 2 റൺസും വന്നു. ഇന്നിംഗ്സിനൊടുവിൽ ക്യാപ്റ്റൻ ശ്രേയസ് നോൺ സ്ട്രൈക്കർ എൻഡിൽ സെഞ്ചുറിക്ക് 3 റൺസ് അകലെ തന്നെ നിന്നു. നിരാശയോടെയല്ല, മറിച്ച് അവസാന പന്തും ബൗണ്ടറിയിൽ എത്തിച്ച ശശാങ്കിനെ തോളത്ത് തട്ടി അഭിനന്ദിച്ചുകൊണ്ട്, എന്റെ സെഞ്ചുറിയെക്കുറിച്ച് വേവലാതിപ്പെടാതെ മാക്സിമം റൺസ് നേടൂ. അവസാന ഓവറിന് തൊട്ടു മുമ്പ് ക്യാപ്റ്റൻ തന്നോട് പറഞ്ഞത് ഇതാണെന്ന് ശശാങ്ക് പിന്നീട് വെളിപ്പെടുത്തി. ആ ഒരൊറ്റ നിലപാട് കളിയിൽ ഉണ്ടാക്കിയ ഇമ്പാക്ട് എന്താണെന്നറിയാൻ മത്സരശേഷമുള്ള സ്കോർ ബോർഡ് നോക്കിയാൽ മാത്രം മതി. ബൗളർമാർ ഏറെക്കുറെ അപ്രസക്തരായ മത്സരത്തിൽ 11 റൺസിനായിരുന്നു പഞ്ചാബിന്റെ ജയം. 2020-ൽ ഒരു ഡോട്ട് ബോൾ പോലും ക്രൈമാണെന്ന് മുമ്പ് ശ്രേയസ് പറഞ്ഞിട്ടുണ്ട്. അതെ, സെഞ്ചുറിക്കായി അയാൾ ഒരു ഡോട്ട് ബോൾ പോലും കളിക്കാൻ തയ്യാറായിരുന്നു. ആറ്റിറ്റ്യൂഡിന്റെ പേരിൽ ഒരുപാട് പഴി കേൾക്കേണ്ടി വന്നിട്ടുണ്ട് ശ്രേയസിന്. സംഭവബഹുലമായിരുന്നു അയാളുടെ കഴിഞ്ഞ ഒരു വർഷക്കാലം. 2023 ലോകകപ്പിൽ മികച്ച പ്രകടനം നടത്തിയിട്ടും ആഭ്യന്തര ക്രിക്കറ്റിൽ കളിക്കാത്തതിന്റെ പേരിൽ കഴിഞ്ഞ വർഷം ആദ്യമാണ് BCCIയുടെ സെൻട്രൽ കോൺട്രാക്റ്റിൽ നിന്ന് ശ്രേയസ് പുറത്താകുന്നത്. രഞ്ജി കളിക്കാത്തതിന്റെ പേരിൽ ക്രിക്കറ്റ് പണ്ഡിതന്മാരുടെ അടക്കം വിമർശനം കേട്ടു. എന്നാൽ അതിന്റെ പേരിൽ തളർന്നിരിക്കാൻ അയാൾക്ക് മനസ്സില്ലായിരുന്നു. മാർച്ചിൽ മുംബൈക്കൊപ്പം രഞ്ജി ട്രോഫി, മെയ്യിൽ കൊൽക്കത്തയെ ആധികാരികമായ IPL കിരീടത്തിലേക്ക് നയിക്കുന്നു. ഒക്ടോബറിൽ മുംബൈക്കൊപ്പം ഇറാനി കപ്പ്, ഡിസംബറിൽ മുംബൈയെ സയ്യദ് മുഷ്താഖ് അലി കിരീട നേട്ടത്തിലേക്ക് നയിക്കുന്നു. സംശയത്തിനിട നൽകാത്ത ഒരു സീസൺ സമ്മാനിച്ചിട്ടും IPL മെഗാലയത്തിൽ ക്യാപ്റ്റൻ നിലനിർത്തേണ്ടെന്ന് കൊൽക്കത്ത തീരുമാനിക്കുന്നു. സാലറി കൂട്ടിച്ചോദിച്ചതിന്റെ പേരിലാണ് പുറത്താക്കലെന്ന് അഭ്യൂഹങ്ങൾ ഉയരുന്നു. എന്നാൽ സ്വന്തം മാർക്കറ്റ് വാല്യൂ അറിയാൻ ശ്രേയസ് സ്വയം ഓപ്ഷൻ ഇറങ്ങിയതാണെന്നും വാർത്തകൾ വന്നു. എന്തായാലും ലേലത്തിൽ 26.75 കോടി രൂപയ്ക്ക് അയാളെ പഞ്ചാബ് സ്വന്തമാക്കി. ഇത്രയും വലിയ തുകയ്ക്കുള്ള ആളൊന്നുമില്ല എന്നൊക്കെ വീണ്ടും വിമർശനങ്ങളുടെ പെരുമഴ വന്നു. ചാമ്പ്യൻസ് ട്രോഫി ഫൈനലിൽ രോഹിത് ശർമ്മ വീണുപോയപ്പോൾ ഒരറ്റത്ത് പക്വതയോടെ ബാറ്റ് ചെയ്ത് ഇന്ത്യയെ മറ്റൊരു ഹൃദയഭാരത്തിൽ നിന്ന് ഒഴിവാക്കുന്നു. ശേഷം കഴിഞ്ഞ ദിവസത്തെ മത്സരം ക്യാപ്റ്റനായി മുന്നിൽ നിന്ന് ടീമിനെ നയിക്കുന്നു. വാട്ട് എ ജേർണി അല്ലെ. പഞ്ചാബ് കിങ്സ് കന്നിക്കിരീടം പ്രതീക്ഷിച്ചുള്ള യാത്രയിലാണ്. കഴിഞ്ഞ സീസണുകളിൽ ഒന്നും കാണാത്ത തരത്തിലുള്ള ഒരു കോൺഫിഡൻസ് ഇത്തവണ ടീമിൽ ഒന്നാകെ റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്. ശ്രേയസ് ആ ടീമിനെ ഇൻസ്പയർ ചെയ്യുന്നുണ്ട്. നയിക്കാൻ ഈ നായകനുള്ളപ്പോൾ അവർക്ക് സ്വപ്നം കാണാൻ അവകാശവുമുണ്ട്. ചാമ്പ്യൻസ് ട്രോഫി ഫൈനലിലെ പ്രകടനത്തോടെ ശ്രേയസ് അയ്യർ BCCIയുടെ സെൻട്രൽ കോൺട്രാക്റ്റിലേക്ക് തിരിച്ചെത്തുമെന്ന് ഏറെക്കുറെ ഉറപ്പായി. അങ്ങനെയൊന്നുകൂടി സംഭവിക്കുകയാണെങ്കിൽ അയാളുടെ റീ എൻട്രി ഇന്ത്യൻ ക്രിക്കറ്റ് ചരിത്രത്തിൽ ഇനിയും ഏറെ കാലം ചർച്ചയാകും. ഒഴുക്കിനെതിരെ നീന്തി ഒറ്റയ്ക്കൊരാൾ നടത്തിയ പോരാട്ടമായി ആ കഥ ക്രിക്കറ്റിനെ സ്വപ്നം കാണുന്നവർ പാടിപ്പതി. അതെ, ശ്രേയസ് അയ്യർ വാഴ്ത്തപ്പെടേണ്ടവൻ തന്നെയാണ്.